ഷാജിയേട്ടാ നമസ്കാരം. നമസ്കാരം. നമസ്കാരം ചേട്ടാ, ഇപ്പോ MA ബേബി ഏതാണ്ട് ജനറൽ സെക്രട്ടറി ആകും എന്നൊരു ഉറപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു കേരള ഘടകത്തിന്റെ മൃഗീയ ഭൂരിപക്ഷം CC-യില്. അപ്പോ ഈ അശോക് ഗവ്ല എന്ന മഹാരാഷ്ട്രക്കാരനെ നിർത്തണമെന്ന്, പിന്നെ മറ്റൊരു മുഖത്തെ നിർത്തണമെന്ന് മറ്റ് ബംഗാളിൽ നിന്നുള്ള സഖാക്കൾ പറയുന്നു. ചേട്ടാ, ബേബി പിന്നെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകുന്നതിന്റെ പിന്നിലും പിണറായി വിജയന്റെ കരങ്ങൾ ഉണ്ട് എന്നൊരു സംശയം പറഞ്ഞാൽ തെറ്റുണ്ടോ? പിന്നെ മറ്റു ചില വാർത്തകൾ കേൾക്കുന്നത് ശ്രീമതി ടീച്ചറിനെ വീണ്ടും CC-യിൽ നിലനിർത്താൻ ശ്രമിക്കുന്നു, ശൈലജ ടീച്ചറെ PV-യിലേക്ക് വരാനുള്ള സാധ്യത കുറയുന്നു എന്നാണ്. ചേട്ടന്റെ ഒരു നിരീക്ഷണത്തിൽ എന്താണ് ഒന്ന് ചുരുക്കി പറയാമോ? എന്താ ഞാൻ ഇതിനകത്ത് ഇതിനകത്ത് ആകെ സംഭവം എന്ന് പറഞ്ഞാൽ ഡൽഹി മോസ്കോ കൂടി സെക്രട്ടറി ആവും, ഉറപ്പാണ്. ആവാൻ ഒരു സാധ്യതയില്ല എന്നുള്ളതിലായിരുന്നു ഇതുവരെ പരിഹരിക്കപ്പെട്ടിരുന്നത്, ഇതുവരെ കരുതിയിരുന്നതെങ്കിൽ ആ സംഭവം അട്ടിമറിക്കപ്പെടുന്നത് എന്തിനാണ്? ഇതിന്റെ പശ്ചാത്തലം ശരിക്കും എന്താണെന്ന് പറഞ്ഞാല് SFIO സംഭവത്തിലൂടെ ഇയാളുടെ മകൾ പ്രതിയാക്കപ്പെട്ടു. രണ്ടാമത്തെ ഒരു കുറ്റപത്രവും കൂടി ഇന്നലത്തോടുകൂടി മൂപ്പർക്ക് അത് എന്തൊക്കെ ഈ പറയുന്ന വീണക്കെതിരായിട്ട് വരികയും ചെയ്യാം. അപ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്സിനകത്ത് അല്ല, പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിലും അതിന്റെ ഡെലിഗേഷന് മുമ്പിലും ഇയാൾ നാണം കെട്ട് നിൽക്കുക, ഒന്നും അല്ലാതായി നിൽക്കുക. ഈ ഘട്ടത്തിലാണ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി പദവിയിലേക്ക് അശോക് ദാവളയുടെ ഒരു പേര് ബംഗാൾ ഘടകം കടിച്ചു നിർബന്ധിക്കുന്നു. അപ്പൊ ഇത് വരികയാണെങ്കിൽ ബംഗാൾ ഘടകത്തിന്റെ ഈ ഒരു നിർദ്ദേശം നടപ്പിലാക്കപ്പെടുകയാണെങ്കിൽ ഇയാൾ ചീട്ടിൽ നിൽക്കും. ഈ മുഖ്യമന്ത്രി പേരും കള്ളനാണെന്ന് വളരെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഈ അശോക് ദാവളെ. രണ്ടാമതെന്താന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിരിക്കുന്ന പ്രത്യയശാസ്ത്രപരമായിരിക്കുന്ന അവബോധമുള്ള ഒരാളാണ്. ഇവിടെ ഒരു പൊളിറ്റിക്കൽ ലൈൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് വളരെ കൃത്യമായിരിക്കുന്ന സംഭവമാണ്. ദീർഘകാലം കർഷക സംഭവവും തൊഴിലാളി യൂണിയന്റെയും നേതാവ് പ്രവർത്തനാലും വന്നിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങളുടെ ഒരാളാണ്. അത്തരത്തിലുള്ള ഒരാൾ ഈ പറയുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഈ വിരുട്ടുബുദ്ധിയും ഈ ദുഷ്ടസംഭവങ്ങളും കള്ളക്കച്ചവടവും ഇത് മുഴുവൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ ചേട്ടാ, അദ്ദേഹത്തിനെ പാർട്ടി ജനറൽ സെക്രട്ടറി ആയി തെരഞ്ഞെടുത്ത് കഴിഞ്ഞു, ബേബി തന്നെയാണ് ജനറൽ സെക്രട്ടറി. അപ്പൊ ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചിത്രം ത്തിൽ നിന്ന് വളരെ തന്ത്രപരമായി ഒഴിവാവാൻ ഏറ്റവും നല്ല മാർഗം എന്താന്ന് പറഞ്ഞാൽ ഈ ബേബിയെ സെക്രട്ടറി ആക്കുക എന്നുള്ളതാണ്. ബേബിയെ സെക്രട്ടറി ആക്കുക എന്ന് പറഞ്ഞാൽ ബേബിയെ സെക്രട്ടറി ആക്കാൻ യോഗ്യനാണെന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മറച്ചൊരു മറുപടി ഉണ്ട്. MP ഗോവിന്ദൻ മാഷ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആവാമെങ്കിൽ ബേബിക്ക് എന്താവാനും ബേബിക്ക് CPIM-ന്റെ സെക്രട്ടറി ആവാൻ ഒരു കുഴപ്പമില്ല. വിജയരാഘവൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും ചാറുകാരും പണിയെടുത്ത പാർട്ടിയല്ലേ ഈ പാർട്ടി. അപ്പൊ പിന്നെ എന്താണ് ഇതിനകത്ത് അത്ര അത്ഭുതങ്ങളൊന്നുമില്ല. പിന്നെ ഇയാൾ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയതുകൊണ്ട് ഈ പാർട്ടിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു മണ്ണാങ്കട്ടം സംഭവിക്കാൻ പോകുന്നില്ല. ഈ നിലവിലുള്ള ഈ അവസ്ഥയുണ്ടല്ലോ, ഇതിന്റെ ഡീക്കേഡായ അവസ്ഥ ഇത് തുടരുകയും അത് അതിനേക്കാൾ ദയനീയമായ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുമെന്നുള്ളതാണ് ഇതിന് ഏറ്റവും ദയനീയമായിരിക്കുന്ന ചിത്രം. ഇനി ഇതിനേക്കാൾ വരുന്ന വേറൊരു വലിയ ഒരു പ്രതിസന്ധി ഇതിനകത്ത് രൂപപ്പെടുന്നത് എന്തെങ്കിലും കാരണവശാൽ SFIO കേസിന്റെ ഭാഗമായി എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു പുതിയ പ്രതിസന്ധി ഇതിനകത്ത് രൂപപ്പെടുകയാണെന്ന് കൂട്ടിക്കോ. CPIM-നകത്ത് ഇയാൾ നേരിടുന്ന ഒരു പ്രതിസന്ധി അത് കുറെ കൂടി വിപുലീകരിക്കപ്പെടുകയാണെന്ന് കൂട്ടിക്കോ. അങ്ങനെ വിപുലീകരിക്കപ്പെടുന്ന ചിത്രം ഉണ്ടാവുകയാണെങ്കിൽ പാർട്ടി സെൻട്രൽ കമ്മിറ്റിയോ പോളിറ്റ്ബ്യൂറോ ഒരു നിർദ്ദേശം വെക്കും, ഇയാൾ മാറണം എന്ന് പറയും. ഇയാൾ മാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ നിലവിലുള്ള ഈ ന്യൂനപക്ഷ സംവിധാനത്തിന്റെ ഒരു വലിയ വിഷയം വരുന്നുണ്ട് ഇവിടെ. അങ്ങനെ വരുന്നൊരു ഘട്ടത്തിലുണ്ടാക്കാവുന്ന ഒരു മൂവ് നടത്താൻ, അതായത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു മൂവ് നടത്താൻ ഉപയോഗിക്കാവുന്ന ഒരു കക്ഷിയായിട്ട് ഈ ബേബി മാറുകയും ചെയ്യും. അത്തരത്തിലുള്ള അപകട സാധ്യതയൊക്കെ വളരെ കൃത്യമായിട്ട് ആര് കാണുമെന്ന് പറഞ്ഞാൽ അതെല്ലാം ഇപ്പോഴത്തെ ഈ പറയുന്ന കാട്ടാള മുഖ്യമന്ത്രി കാണും, അതിന് വേറെ വിഷയം. പക്ഷെ എങ്കിൽ പോലും നിലവിലുള്ള ഒരവസ്ഥയിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിൽ നിന്ന് അയാൾ ഈ പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോഴേക്ക് പൂർണ്ണമായും നാട്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് അയാൾ പിടിച്ചെടുത്തേക്ക് ഒരു കാര്യം വന്നു എന്ന് ധരിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗവും കൂടിയാണ് എനിക്ക് MA ബേബി ഇതിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായിട്ട് ഇതിനകത്ത് അവരോധിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ നോക്കിയാൽ അതിനകത്ത് ഇപ്പൊ ശ്രീമതി അടുത്തി അതിനകത്ത് വരികയാണെന്ന് സെൻട്രൽ കമ്മിറ്റി തുടരുകയാണ്. ഈ ശ്രീമതി സെൻട്രൽ കമ്മിറ്റി തുടരുന്നത് പറയുമ്പോൾ അതിനകത്ത് വേറൊരു ചെക്ക് വരും. ആ ചെക്ക് എന്താ പറഞ്ഞാൽ ശൈലജ ടീച്ചർക്ക് പോളിറ്റ്ബ്യൂറോയിലേക്ക് ഉണ്ടായിരിക്കുന്ന സാധ്യതയെ ഇല്ലാതാക്കുന്നതുകൊണ്ടാണ് ഇവർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ. അങ്ങനെ വരുന്ന ഒരുപാട് ഒരു സംഭവങ്ങൾ ഒരുപാട് വരും. അത് ആരെ സഹായിക്കാനും കൂടിയാണെന്ന് പറഞ്ഞാൽ അത് EP ജയരാജൻ എന്ന് പറയുന്ന ആളെ സഹായിക്കാനും കൂടിയാണ്. അപ്പൊ ഇങ്ങനെ എല്ലാ തലത്തിലും എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അവിയൽ പരിഭവത്തിലാക്കിയിട്ട് ഈ സംഭവത്തെ മാറ്റി തീർത്ത് അയാളുടേതായിരിക്കുന്ന നിഗൂഢമായ താല്പര്യങ്ങൾ താൽക്കാലികമായി നടപ്പിലാക്കുന്നതിൽ
ഈ സമ്മേളനത്തിനകത്തും അയാൾ വിജയിച്ചു എന്നുള്ളതാണ് അതിന്റെ വളരെ ഏറ്റവും ദുഃഖകരവും ദുരന്തപൂർണമായിട്ടുള്ള ഒരു അധ്യായം. കാണിക്കുന്നതാണോ ഏട്ടാ? വിജയിച്ചു എന്ന് അദ്ദേഹം കാണിക്കുന്നതിന് വേണ്ടിയാണോ ഈ പ്രക്രിയ? അതെ, തീർച്ചയായും. അല്ല എങ്കിൽ അപ്പൊ അശോക് താവളയാണ് അപ്പുറത്ത് വരുന്നതെങ്കിൽ പിന്നെ ഇതിനകത്ത് നമുക്ക് വേറൊരു കണക്ക് വെച്ചിട്ട് പറയാം. ഇപ്പൊ ഇതിന്റെ അഖിലേന്ത്യാ തലത്തിൽ വരുന്ന പാർട്ടി ബ്രാഞ്ചുകളുടെ എണ്ണവും, അപ്പൊ ആ പാർട്ടി ബ്രാഞ്ചുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ 60% നിയർ അബൌട്ട് 60% എവിടെയാണെന്ന് കേരളത്തിലാണ്. ബാക്കി സ്ഥലത്തൊന്നും വേറെ ഈ സാധനം ഇല്ലല്ലോ. ഈ 60% സംഘടനാപരമായിരിക്കുന്ന ആധിപത്യം ചെലുത്തിയിട്ട് അയാൾക്ക് വേണമെങ്കിൽ സെൻട്രൽ കമ്മിറ്റിയെയും പോളിറ്റ് ബ്യൂറോയെയും അതിന്റെ ലീഡർഷിപ്പിനെ ഇയാൾക്ക് വരച്ചവരെ നിർത്താൻ കഴിയും. അങ്ങനെയുള്ള സംഭവങ്ങളിലുണ്ട്. പക്ഷെ എങ്കിൽ പോലും മൊത്തം പാർട്ടി ഡെലിഗേറ്റ്സിന്റെ മുമ്പിൽ ഇയാൾ അഴിമതിക്കാരനാണ്, ഇയാൾ അഴിമതിക്കാരന്റെ കുടുംബമാണ് എന്ന് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ അയാൾക്ക് പഴയ കൂടർക്ക് മേൽക്കോയ്മ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. പക്ഷെ എങ്കിലും ഈ സമ്മേളനം സമാപിക്കുന്ന ഈ കെട്ടായപ്പോ വന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് വലിയ പരിക്കേൽക്കാതെ തരത്തിൽ രക്ഷപ്പെടാനുണ്ടായിരിക്കുന്ന ഒരു പഴുതെന്ന നിലയിൽ ഈ ബേബി എന്ന് പറയുന്ന ആളെ കൊണ്ട് ഇൻസ്റ്റൾ ചെയ്യുക വഴി അയാളുടേതായിരിക്കുന്ന ഒരു ലക്ഷ്യം താൽക്കാലികമായി അയാൾ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറയുമെങ്കിൽ നമുക്ക് കരുതാവുന്നതാണെന്നാണ് ഇപ്പോൾ അത് തോന്നുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും വിചിത്രമായ സംഭവം എന്ന് പറഞ്ഞാൽ ഈ സമ്മേളനത്തിനകത്ത് നിങ്ങൾ എന്ത് പ്രത്യയശാസ്ത്രപരമായ നിലപാടാണ് ചർച്ച ചെയ്തത്? അതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. എന്ത് സംഘടനാ രേഖയാണ് നിങ്ങൾ മാത്രം ചർച്ച ചെയ്തത്? സംഘടനാ രേഖ ചർച്ച ചെയ്തു പറയുമ്പോൾ സംഘടനാ രേഖ ചർച്ച ചെയ്യുന്നതിന്റെ ഘട്ടത്തിലാണ് കേരളത്തിലെ ഈ നവകേരളത്തിന്റെ ഭാഗമായി വന്നിരിക്കുന്ന നവകേരളം നിർമ്മിക്കാനുള്ള പുതുവഴികൾ എന്ന സംഭവം അതിന്റെ അത് ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടത്. അതിന്റെ ഏറ്റവും വിചിത്രത ഇതേ സംഭവം തന്നെയാണ് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടന്നപ്പോഴും ഇതേ നാടകമാണ് നടന്നത്. ആ നാടകത്തിൽ വന്നിരിക്കുന്ന ആരെന്താന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങളെല്ലാം മാറ്റപ്പെടുകയും ഒരു ബ്രാഞ്ചിലും ചർച്ച ചെയ്യാതിരിക്കുന്ന സാധനം സംസ്ഥാന സമ്മേളനത്തിന്റെ തലേദിവസം ആറെക്കൊണ്ടൊക്കെ അത് അവതരിപ്പിക്കുകയും ചെയ്തു. ഇതുവഴി പാർട്ടി നേരിടുന്ന പൊതുപ്രതിസന്ധിയുടെ ആഴമെന്താണ്, പരപ്പെന്താണ് എന്ന് കണ്ടെത്തുകയോ അതിനെ മുറിച്ചു കടക്കാനുള്ള പ്രായോഗികമായിട്ട് മാർഗങ്ങൾ എന്താണെന്ന് വിലയിരുത്തുകയോ ചെയ്യുന്ന ഒരു തരത്തിലുള്ള അന്വേഷണവും നടത്താതെ കേവലമായിരിക്കുന്ന ഒരു പാർട്ടി മാത്രമായി, അതായത് നമ്മൾ ഒരു ആഘോഷ പാർട്ടി മാത്രമായിട്ട് വാസ്തവത്തിൽ ഈ സമ്മേളനം പര്യവസാനിക്കുകയാണ് ചെയ്തത്. ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്തേക്കോ കേരള പൊളിറ്റിക്കത്തേക്കോ ഒരു ദിശാബോധം അന്തസ്ഥാന ശൂന്യമാക്കി മാറ്റപ്പെട്ടിരിക്കുന്ന ഒരു സമ്മേളനമാണ്. ഇത് ഓവറോൾ സ്ഥാനം കിട്ടണമെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ ഒരു നാട് ഇപ്പൊ വൈകുന്നേരത്തോടെ മാത്രമേ ഇതിന്റെ ചർച്ചയുടെ തീരുമാനങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയുള്ളൂ. ശരിക്കും അതിന് മുൻപ് പറയാവുന്ന എനിക്ക് പറയാനുണ്ട് ചേട്ടാ, മുഹമ്മദ് റിയാസിനെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരും എന്നൊരു കാര്യം കേന്ദ്ര കമ്മിറ്റിയിൽ വന്നു. അപ്പോ പറഞ്ഞ കിടക്കാൻ വിട്ടുവന്നോണ്ടാണ്. മുഹമ്മദ് റിയാസ് കേന്ദ്ര കമ്മിറ്റിയിൽ വരിക എന്ന് പറഞ്ഞാൽ അർത്ഥമെന്തായാലും അടുത്ത സമ്മേളനത്തിൽ നടക്കുന്ന മുഹമ്മദ് റിയാസ് ആരാണെന്നറിയോ? ഒന്നുകിൽ അയാളുടെ പാർട്ടി സെക്രട്ടറി ആവും, അയാൾ അതിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറും കൂടിയാണ്. ഇതാണ് ഇതിന്റെ ചിത്രം. മുഹമ്മദ് റിയാസ് അടുത്ത സമ്മേളനത്തിൽ, അതായത് ഇതിപ്പോ 25ാം പാർട്ടി കോൺഗ്രസ് അല്ലേ ഇത്? പാർട്ടി കോൺഗ്രസ് 24 അല്ലേ? 25ാം പാർട്ടി കോൺഗ്രസ് വരുമ്പോഴത്താന്ന് പറഞ്ഞാൽ മുഹമ്മദ് റിയാസ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആവും, അയാൾ പോളിറ്റ് ബ്യൂറോ മെമ്പറും. യാതൊരു സംശയങ്ങളും വിചാരിക്കണ്ട. നീക്കുന്നതിന്റെ മുന്നോടിയായാണ് ഈ പറയുന്ന മുഹമ്മദ് റിയാസിനെ ഇപ്പോ സെൻട്രൽ കമ്മിറ്റിയിൽ കൊണ്ടുപോകുന്നത്. ആ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാനിപ്പോ ഇങ്ങോട്ട് തന്നെ പറയാം, ലുംബൻ ലീഡേഴ്സ് ഈ ലുംബൻ ലീഡേഴ്സിനെ മാത്രമാണ് ഇയാൾ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. കാരണം അതിനകത്തുള്ള ഒരു ഗൗരവപരമായിട്ട് ഒരാളെയും ഒരു ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇവർ കൊണ്ടുപോകാം. ഇത് തന്നെ ചർച്ചയിൽ ഇയാൾ നടത്തിയിരിക്കുന്ന പരാമർശങ്ങളുണ്ട്, ചർച്ചയിൽ നടത്തിയിരിക്കുന്ന റിപ്പോർട്ടുകൾ പത്രങ്ങളിൽ വന്നിരിക്കുന്ന ആരാണെങ്കിൽ ഞാൻ എന്തെന്നാ ആ ചർച്ചയെപ്പറ്റി വന്നിട്ട് പറഞ്ഞ് കേരള ഗവൺമെന്റിന്റെ അമ്മയ്യപ്പനെ വാഴ്ത്തല്ലോ ചർച്ചയെ പങ്കെടുത്ത് പ്രധാനമായിട്ട് പറഞ്ഞത്. പിന്നെ ബ്രാഞ്ചിന്റെ സംഭവം, ബ്രാഞ്ച് മര്യാദയ്ക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ബ്രാഞ്ചിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന സാധനം എന്താണ്? ബ്രാഞ്ചിൽ ജനജീവിതവുമായി ബന്ധമുണ്ടായിരിക്കുന്ന വിഷയങ്ങൾ അഡ്രസ് ചെയ്യണം. ആ വിഷയങ്ങൾ അഡ്രസ് ചെയ്യാനുള്ള താല്പര്യങ്ങൾ കൊണ്ടുവരികയും ആശാവർക്കമാണ് സമരത്തിനകത്ത് നിങ്ങൾക്ക് സജീവമായ സാന്നിധ്യം നിങ്ങളുടെ കാഴ്ചക്കകത്ത് ഉണ്ടായിരിക്കണം. സമരങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്തിനകത്ത് പരിമിതി ഉണ്ടായെന്ന് പറയുമ്പോൾ ആശാവർക്കമാണ് സമരം പൊളിക്കാനുള്ള എല്ലാ പദ്ധതികളും ആവിഷ്കരിക്കുന്നവരാണ് പാർട്ടി കോൺഗ്രസ് പറ്റി പറഞ്ഞ് സമരങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവണം. ഇതെല്ലാം പരസ്പര വിരുദ്ധങ്ങളും വെറുതെ ആളുകളെ പറ്റിക്കാൻ ഉപയോഗിക്കുന്ന നാടകങ്ങൾ മാത്രമാണ്. അവിടെ ബ്രാഞ്ചൊന്നും ജന്മത്തിന് നന്നാവാൻ പോകുന്ന ഒരു വസ്തു ആവുകയില്ല. അതൊന്നും ചേട്ടൻ പറഞ്ഞ പോലെ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ, തുടർന്നും ചേട്ടനെ ബന്ധപ്പെടുന്നതാണ്. നമുക്ക് കാത്തിരിക്കാം ഒരല്പം. ഓക്കെ.